നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനവും നടന്നു. പറവൂർ SNDP യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു. നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത സ്കൂൾ വായനാ ദിനാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനവും നടന്നു. സ്കൂൾ മാനേജർ CN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പറവൂർ SNDP യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വായിക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുക. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ മുത്തശ്ശി പറഞ്ഞ കഥകൾ കേട്ട് അല്ലെങ്കിൽ മുത്തശ്ശനൊക്കെ പറഞ്ഞ കഥകൾ കേട്ട് വളർന്ന ആൾക്കാരാണ് ഞങ്ങളുടെ തലമുറ. പക്ഷെ അതിനൊക്കെ അതീതമായി ആ കഥകളൊക്കെ ഇന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കൂടിയും ഞങ്ങൾ വായിച്ച കഥകളൊക്കെ ഇപ്പോഴും മറക്കാതെ ചില ബുക്കുകളൊക്കെ ഞങ്ങളിങ്ങനെ ചേർത്ത് വെച്ച് ഷെൽഫിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇനിയൊരു പ്രായം കഴിയുമ്പോൾ ഒരു വട്ടം കൂടി വായിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു വട്ടം വായിച്ചു തീർത്തത് അതൊക്കെ. പക്ഷെ ഒരു വട്ടം കൂടി വായിക്കാൻ വേണ്ടി അതിന് ഗുരുദേവൻ അനുഗ്രഹിച്ചാൽ ഒരു വട്ടം കൂടി വായിക്കാൻ വേണ്ടി അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് ഷെൽഫിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വായനയുടെ ശക്തി എന്താണ് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. വിദ്യാരംഗം കലാവേദിയുടെ ഉദ്ഘാടനം SNV സ്കൂൾ ഡെപ്യൂട്ടി മാനേജർ PS ജയരാജ് നിർവഹിച്ചു. വളരെ മനോഹരമായിട്ടുള്ള എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നത്തെ ദിനത്തിന് പ്രത്യേകത എന്താണ്? വായനാ ദിനം. ടീച്ചർ സൂചിപ്പിച്ചതുപോലെ പണിക്കർ സാറ് നമുക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ വായനാ ദിനത്തെ നമ്മുടെ മുൻപിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും. പറഞ്ഞോ? വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ. ലളിതകല അക്കാദമി അവാർഡ് ജേതാക്കളായ കൈതാരം വിനോദ്, ബാബു ആലുവ എന്നിവരെ സ്കൂൾ PTA പ്രസിഡന്റ് KB സുഭാഷ്, യൂണിയൻ കൌൺസിലർ D പ്രസന്നകുമാർ എന്നിവർ ചേർന്ന് ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു, സാഹിത്യവേദി സെക്രട്ടറി ബിന്ദു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡെപ്യൂട്ടി ഹെഡ് മിസ്റ്റർ സിന്ധു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KV സാഹി നന്ദിയും പറഞ്ഞു. ഇങ്ങനെ ഒരു ദിനം ആചരിച്ച് നമ്മുടെ മക്കളിൽ വായനാശീലം ഏറെ വർദ്ധിപ്പിക്കാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ TV-യും അതോടൊപ്പം തന്നെ മൊബൈലുമായിട്ടൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ വായിച്ച് വളരാം എന്നുള്ള സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ദിനം ആചരിക്കുന്നത്. എത്ര വായിക്കാൻ പറ്റുമോ അത്ര കണ്ട് വായിക്കണം. എന്ത് പീരിയോഡിക്കലായാലും എന്ത് പുസ്തകങ്ങളായാലും വായിച്ചാൽ അതിൽ നിന്ന് അറിവ് ലഭിക്കും.